കർത്താവ് നാമത്തിൽ എല്ലാ സഹോദരന്മാർക്കും സ്നേഹവന്ദനം. വളരെ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഞാനിവിടെ വരുന്നത്. ഇന്നിവിടെ വരാനുണ്ടായ മുഖാന്തരം നിങ്ങളുടെ യോഗം നേരത്തെയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഞാനൊരു യാത്രയിലാണ്. അപ്പോൾ എൻ്റെ ട്രെയിൻ പിടിക്കണമെങ്കിൽ ഇവിടെ യോഗം കൂടിയാലേ പറ്റുള്ളൂ. വേറെ എവിടെയാണെങ്കിലും ട്രെയിൻ പോകും. അതുകൊണ്ടാണ് തൃശ്ശൂർ തന്നെ കൂടിയിട്ട് ഇവിടുന്ന് ട്രെയിൻ കയറാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഇവിടെ വരാനിടയായത്. നിങ്ങൾ തന്ന സ്വാഗതത്തിനായും സ്നേഹത്തിനായും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു കൊച്ചു വാക്യം പ്രാരംഭമായിട്ട് ഞാൻ വായിക്കാം. അതിനുശേഷം മറ്റു വാക്യങ്ങൾ വായിക്കാനുണ്ട്. അത് സഹോദരന്മാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. എഫേസ്യർക്ക് എഴുതിയ 4-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 and verse 27. പിശാചിന് ഇടം കൊടുക്കരുത്. Give no place to the devil. പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ വാക്യം വായിച്ചാൽ, ഇംഗ്ലീഷ് ബൈബിള് നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, ചെറിയൊരു വ്യത്യാസം. ആ വ്യത്യാസം മലയാളത്തിൽ ഇതൊരു സെപ്പറേറ്റ് വാക്യമായിട്ടാണ്. പിശാചിന് ഇടം കൊടുക്കരുത് അങ്ങനെ. എന്നാൽ ഇംഗ്ലീഷിൽ ആൻഡ് ഗിവ് നോ പ്ലേസ് ടു ദ ഡെവിൾ എന്നാണ്. അതായത് ഇതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ വാക്യം. മലയാളത്തിൽ ഇത് സെപ്പറേറ്റ് ഒരു വാക്യമായിട്ടാണ്, വേറൊരു വാക്യമായിട്ടാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ഇത് വേറൊരു വാക്യമായിട്ടല്ല, നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് ആൻഡ് ഗിവ് നോ പ്ലേസ് ടു ദ ഡെവിൾ എന്നാണ് പല തർജ്ജമകളിലും കാണുന്നത്. ഒരു വാക്യം കൂടെ നമുക്ക് ഈ ബന്ധത്തിൽ വായിക്കാനുണ്ട്. അത് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 2 Corinthians chapter 2 and verse 11. 2 കൊരിന്ത്യർ 2-ന്റെ 11-ാമത്തെ വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ആ വാക്യം. എന്നാൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് ഓർമ്മിക്കുകയാണ്. ഇനി അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാച് സർവശക്തിയോടും കൂടെ തന്റെ സർവതന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ അവൻ പ്രവർത്തിക്കുന്നുണ്ട്, അത് ശരിയാണ്. എന്നാൽ വിശ്വാസികളോടുള്ള ബന്ധത്തിലും അത് വളരെ ശരിയാണ്. പിശാചിന്റെ പ്രവർത്തനങ്ങൾ അനേക കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാം. വ്യക്തി ജീവിതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സഭകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദോഷഫലങ്ങൾ അനേക കുടുംബങ്ങളിലും സഭകളിലും ജീവിതങ്ങളിലും നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിശ്വാസികളായി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പിശാചിന് ഇടം കിട്ടാതെ വണ്ണം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലാക്കാനുള്ള ആയിട്ടുള്ള എളുപ്പത്തിന് പടിപടിയായിട്ട് ഈ കാര്യം പറയാൻ ഞാൻ വിചാരിക്കുന്നു. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ ഇടം തേടി നടക്കുന്നവനായതുകൊണ്ടാണ്. He is seeking an entry. That is why we are told not to give him an entry. പിശാച് ഇടം തേടി നടക്കുക, അതുകൊണ്ടാണ് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിശാച് ഇടം തേടി നടക്കുകയാണെന്ന് വേദപുസ്തകത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ മാത്രം നിങ്ങൾ ഇന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ജോബ് ചാപ്റ്റർ 1 and verse 7. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിശാചിനോട് സാത്താനോട് ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ സാത്താൻ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരികയാണ്. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ഐ എം ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ടു ആൻഡ് ഫ്രോ ത്രൂ ഔട്ട് ദ ഹോൾ എർത്ത്. ഭൂമിയിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അവൻ സഞ്ചരിച്ചിട്ട് വരികയാണ്. എന്തിനാ പിശാചി ഈ ഭൂമിയിൽ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നത്? ഭൂമിയിൽ എല്ലാവരും ഓടാൻ സഞ്ചരിക്കുക. എന്തിനാ ഓടാൻ സഞ്ചരിക്കുന്നത്? സൈറ്റ് സീയിങ്ങിന് പോവുകയാണ് ആണോ? ഒരു ടൂറിസ്റ്റ് ആയിട്ട് സ്വിറ്റ്സർലൻഡ് ഒന്ന് കണ്ടുകളയാം, ഹിമാലയം ഒന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഭൂമിയിൽ എല്ലായിടത്തും കാഴ്ച കാണാൻ നടക്കുകയാണ്. കാഴ്ച കാണാൻ നടക്കല്ല. അവൻ എന്തിനാ നടക്കുന്നതെന്ന് അറിയാമോ? ദൈവമക്കളുടെ മേൽ ദൃഷ്ടി വെക്കാനായിട്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ തന്നെ നാം അത് താഴെ വായിക്കുന്നുണ്ട്. എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവൻ ഭൂമിയിൽ ഊടാതെ സഞ്ചരിക്കുന്നത് നാട് കാണാൻ നടക്കുകയല്ല, ടൂറിസ്റ്റായിട്ട് സന്ദർശനത്തിന് നടക്കുകയല്ല. അവൻ നടക്കുന്നത് ആളുകളെ പിടിക്കാനായിട്ട് നടക്കുക, ദൃഷ്ടി വെക്കാനായിട്ട് നടക്കുക. പുതിയ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 1 Peter chapter 5 and verse 8. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അവൻ എന്തിനാണ് ഊടാട് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. He is going up and down and to and fro. ഭൂമിയിൽ എല്ലാം ഊടാട് സഞ്ചരിക്കുക. അതെന്തിനാണെന്ന് പത്രോസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അവനെ തിരിഞ്ഞു ചുറ്റി നടക്കുന്നത്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുക. പ്രിയപ്പെട്ടവരെ, പിശാച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമിയിൽ എല്ലായിടത്തും നോക്കി നടക്കുക. എന്തിനാ? ആരെ വിഴുങ്ങാൻ പറ്റും? വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എവിടെ കയറി പറ്റാൻ പറ്റും? ഏത് സഭയിൽ എനിക്ക് കയറിപ്പറ്റാം, ഏത് കുടുംബത്തിൽ എനിക്ക് കയറിപ്പറ്റാം, ഏത് ജീവിതത്തിൽ എനിക്ക് കയറിപ്പറ്റാം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർത്തിരിക്കണം. ഇടം കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ ഇടം തേടി നടക്കുന്നവനായതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും കയറിപ്പറ്റാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മെ സ്വാധീനിക്കുവാൻ, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുവാൻ അവൻ തേടി നടക്കുക. ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പേടിച്ചു പോകാൻ പറയല്ല, കെയർഫുൾ ആയിരിക്കാൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിർമ്മതരായിരിപ്പീൻ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പ്രതിയോഗിയായ പിശാച് ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ബി കോഷ്യസ്, ബി കെയർഫുൾ. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം, സൂക്ഷിച്ചിരിക്കണം. കാരണം പിശാച് നിങ്ങളുടെ പുറകെ കൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടോ? Satan is after me. പിശാച് എന്റെ പുറകെ കൂടിയിരിക്കുക. എവിടെ കയറിപ്പറ്റാം, എവിടെ സ്വാധീനിക്കാം, എവിടെ വീഴിക്കാം എന്ന് അറിയാനായിട്ട് പിശാച് എന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. ആ ബോധ്യം നമുക്കുണ്ടോ? കോളേജിൽ പഠിക്കുന്നവരുടെ പുറകെ ഉണ്ട്, സ്കൂളിൽ പോകുന്നവരുടെ പുറകെ ഉണ്ട്, സഭയിൽ വരുന്നവരുടെ പുറകെ ഉണ്ട്, ഭാര്യാഭർത്താക്കന്മാരുടെ പുറകെ ഉണ്ട്, ജോലി ചെയ്യുന്നവരുടെ പുറകെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും, നിങ്ങളുടെയും എന്റെയും പുറകെ അവൻ കൂടി, അവൻ അതിന്റെ പിന്നാലെ നടക്കുക. എന്തിനാ പിന്നാലെ നടക്കുന്നത്? ഇവിടെ നമ്മൾ വായിച്ചത് വിഴുങ്ങിക്കളയുവാൻ എന്ന് പറഞ്ഞാൽ നമ്മെ ഒടുക്കിക്കളയുവാൻ. നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്താൻ പിശാചിന് സാധിക്കില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ നാശത്തിലും ദോഷത്തിലും ആക്കുവാൻ, പ്രയോജനമില്ലാത്തവരായി, ഇൻഎഫക്റ്റീവായി നമ്മൾ തീർക്കുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ജയിക്കാതിരിക്കാൻ പിശാച് നമ്മുടെ കൂടെ, നമ്മുടെ പുറകെ കൂടിയിരിക്കുക. ഇത് പത്രോസ് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ നാം വളരെ ഉണർന്നിരിക്കണം, വളരെ നിർമ്മതരായിരിക്കണം. അപ്പൊ നാം പറഞ്ഞത് പിശാചിന് ഇടം കൊടുക്കരുത്. അങ്ങനെ പറയാനുള്ള കാരണം പിശാച് ഇടം തേടി നടക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, പിശാച് ഇടം തേടി നടക്കുകയാണെങ്കിലും നാം അനുവദിച്ചാൽ മാത്രമേ അവന് ഇടം കിട്ടുകയുള്ളൂ. He can get an entry only if you give him an entry. അത് നല്ലൊരു കാര്യമാണ്. ആദ്യത്തെ കാര്യം അല്പം ഭയപ്പെടുത്തുന്നതാണ്. അവൻ എന്റെ പുറകെ കൂടിയിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അങ്കലാപ്പുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ അടുത്ത കാര്യം,
അത് നമുക്ക് ധൈര്യം പകരേണ്ട ഒരു കാര്യമാണ്. എന്താ അത്? ഹീ ക്യാൻ ഗെറ്റ് എൻ എൻട്രി ഓൺലി ഇഫ് യു ഗിവ് ഹിം എൻ എൻട്രി. നീ അനുവദിച്ചാൽ മാത്രമേ അവന് കടക്കാൻ പറ്റുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കാതെ പിശാചിന് കടക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ അനുവദിക്കാതെ പിശാചിന് കടക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ അനുവദിക്കാതെ പിശാചിന് കടക്കാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ബലമായിട്ട് ആരുടെയും ജീവിതത്തിൽ, സഭയിൽ, കുടുംബത്തിൽ കടക്കാനായിട്ട് അവന് സാധിക്കുകയില്ല. അവൻ കടക്കാൻ ശ്രമിക്കും, പക്ഷേ നാം വാതിൽ തുറന്നാലേ അവൻ കടക്കുള്ളൂ. വാതിൽ തുറന്നില്ലെങ്കിൽ കടക്കയില്ല. ഇത് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഹവ്വയുടെ അടുത്താണ് പിശാച് ആദ്യം വന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്, അല്ലെ? ഹവ്വയുടെ അടുത്ത് വന്ന് അവളെ ബലമായി വീഴിക്കുകയായിരുന്നു. അവളെ ബലമായി വീഴിക്കുകയായിരുന്നില്ല. അവളോട് വീഴാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. അതാ, ആ ഫലം നോക്ക്, അത് വളരെ നല്ലതാണ്, അത് തിന്നാൽ ഇന്ന ഉപകാരങ്ങളൊക്കെ ഉണ്ടാകും, തിന്നരുതെന്ന് ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനൊക്കെ പറഞ്ഞ് അവളെ വശീകരിച്ച് ആ ഫലത്തിലേക്ക് അവളുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്ത് അവളെ കൊണ്ട് ഇത് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് പിശാചിന്റെ റോൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുകയും നമ്മെ അതിലേക്ക് വശീകരിക്കാൻ ശ്രമിക്കുകയും അതിന്റെ നന്മവശങ്ങളെന്ന് അവൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യും. അത്രേ പിശാചിന് സാധിക്കുകയുള്ളൂ. ബലമായിട്ട് ആ പഴം പറിച്ച് ഹവ്വയുടെ വായിൽ വെച്ചു കൊടുക്കാനായിട്ട് പിശാചിന് അനുവാദമില്ല. നിങ്ങളൊന്ന് ഓർത്തു പോയിക്കേ, ഹവ്വ പറയുകയായിരുന്നു വിചാരിക്കുക, ഇല്ല എനിക്ക് നിന്റെ ലെക്ചർ ഒന്നും കേൾക്കണ്ട, തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ സഹോദരിമാരെന്ന് പറഞ്ഞേ. ഹവ്വ പറയുകയാണ്, ഇല്ല ഞാൻ തിന്നുന്നില്ല, എനിക്കിത് വേണ്ട, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട, ഗെറ്റ് ലോസ്റ്റ്, പൊയ്ക്കോ എന്ന് പറഞ്ഞതിനെ പിശാച് എന്ത് ചെയ്തേനെ? പിശാച് ആ പഴം പറിച്ച് ഹവ്വയുടെ വായിൽ, ഹിന്ദിയിൽ പറയുന്ന പോലെ ജബർദസ്തി, ബലമാക്കില്ല, നീ തിന്നേ പറ്റുള്ളൂ, വാ തുറക്ക് എന്ന് പറഞ്ഞ് തീറ്റിക്കുമായിരുന്നോ? തീറ്റിക്കുകയില്ല. അതിനുള്ള അനുവാദം പിശാചിനില്ല. പിശാചിന് ദൈവം കൊടുത്തിട്ടുള്ള ലിമിറ്റഡ് ഫ്രീഡം, പരിമിതമായ സ്വാതന്ത്ര്യം, പരീക്ഷിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, വശീകരിക്കാനായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഫലം തീറ്റിക്കാനായിട്ട് പിശാചിന് അനുവാദമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വശീകരിക്കുവാനും ആകർഷിക്കുവാനും തെറ്റായ വഴികളിലേക്ക് നയിക്കുവാനും വഴക്കുണ്ടാക്കാനും പിണങ്ങാനും അസൂയപ്പെടാനും ഒക്കെയുള്ള മാർഗങ്ങൾ പിശാച് നമുക്ക് ഓതിത്തരികയും അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അത് വേണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പരാജയപ്പെട്ട അതിന് ഉത്തരവാദി ആരാണെന്നറിയാം? നമ്മളെല്ലാം പിശാചിന്റെ മേൽ കെട്ടിവെക്കുക. കാര്യം പിശാച് കൊള്ളാത്തവനാണെങ്കിലും അവൻ ചെയ്യാത്ത കാര്യത്തിന് അവനെ കുറ്റം പറയാം. ഞാൻ ഉദാഹരണം പറയാം മനസ്സിലാക്കാനായിട്ട്. ഇപ്പോ ഒരു സഭ, എന്റെ പേര് ജോൺ എന്നാണ്, വേറൊരു മൂപ്പന്റെ പേര് ജോസഫ് എന്നാണ് വിചാരിക്കുക. ജോണിനോട് വന്ന് പിശാച് പറയും, എന്ത് പറയും? ഈ ജോസഫ് വലിയ ആളാകാൻ നോക്കുന്നുണ്ട്, അവന് സ്ഥാനം കൊടുത്താൽ നിന്നെ അവൻ ഔട്ടാക്കും, അതുകൊണ്ട് പുള്ളി പറയുന്ന ഒരു കാര്യവും സമ്മതിക്കല്ലേ, പുള്ളിയുടെ പോക്ക് ശരിയല്ല, എന്നോട് ഒന്ന് പറഞ്ഞു. ജോസഫിനോട് എന്ന് പറയും, ആ ജോൺ പറയുന്ന ഒരു കാര്യവും സമ്മതിച്ചു കൊടുക്കില്ല, പുള്ളി മേധാവിയാകാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് അടുത്ത ആലോചനാ യോഗത്തിൽ നീ വേണ്ട നടപടി എടുത്തോണം. ഞങ്ങളെ രണ്ടുപേരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അടുത്ത മീറ്റിംഗിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോ ജോസഫ് പറഞ്ഞു, അതിവിടെ നടക്കുകയില്ല. ജോസഫ് ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അതിവിടെ നടക്കുകയില്ല. രണ്ടുപേരും സമ്മതിക്കുകയില്ല. അപ്പൊ പിന്നെ ജോസഫ് ഗ്രൂപ്പ് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഓടി കൂടിക്കോളാം, നിങ്ങൾ അവിടെ എങ്ങാനും മറ്റേ ഷെഡിലെങ്ങാനും കൂടും. അങ്ങനെ സഭ പിരിഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? പിശാച് ഞങ്ങളുടെ സഭ ഭിന്നിച്ചു. പിശാചാണോ ഭിന്നിച്ചത്? ഒന്ന് പറഞ്ഞേ, പിശാചാണോ സഭ ഭിന്നിച്ചത്? ആരാ ഭിന്നിച്ചത്? ജോണും ജോസഫും കൂടിയാ സഭ ഭിന്നിച്ചത്. എന്നിട്ട് ലോകം മുഴുവൻ പറയുന്നത് പിശാച് ഭിന്നിച്ചെന്നാ. പിശാചിന് സഭ രണ്ടാക്കാൻ ഒക്കുമായിരുന്നെങ്കിൽ ലോകത്തിലെ എല്ലാ സഭയും പിശാച് രണ്ടാക്കിയാനെ.
ഇതാരാ സഭ രണ്ടാക്കിയത്? നമ്മളെ രണ്ടാക്കിയത്. എന്നിട്ട് പറയുന്നത് പിശാച് രണ്ടാക്കിയെന്ന. പിശാചിന് അതിലൊരു റോളുണ്ട്, ഒരു പങ്കുണ്ട്. എന്താ പങ്ക്? ഈ രണ്ട് ആളുകളെ പിടിച്ച് അവർക്ക് ഓതിക്കൊടുത്തു, പിണങ്ങാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു, അസൂയയും ദ്വേഷവും അവരുടെ ഉള്ളിൽ കുത്തിവെക്കാൻ ശ്രമിച്ചു. അത്രേ പിശാച് ചെയ്തുള്ളൂ. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും പറയുകയാണെന്ന് വിചാരിക്കുക, ഇല്ല, സഭയിൽ വഴക്കുണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഞങ്ങൾ തമ്മിലൊക്കെ ഉണ്ട്, സാരമില്ല, ഞങ്ങൾ ക്ഷമിച്ചു വഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം, ഒരു പിണക്കവും ഈ സഭയിൽ ഞങ്ങൾ സമ്മതിക്കയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സഭ ഭിന്നിക്കയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് കുഴപ്പമുണ്ടാക്കുന്ന, പിശാചല്ല. എന്നിട്ട് എല്ലാവരും പിശാചിനെ കുറ്റം പറയുക. പിശാച് സഭ രണ്ടാക്കി, പിശാച് ഞങ്ങളുടെ കുടുംബത്തെ പിരിച്ചു, പിശാച് അത് ചെയ്തു, ഇത് ചെയ്തു. ശരിയല്ല, അവൻ പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നീ യേശു പറഞ്ഞുകൊണ്ടാണ് അവൻ നിന്റെ കുടുംബത്തിൽ കയറി പറ്റിയത്. നീ സമ്മതിച്ചുകൊണ്ടാണ് അവൻ നിന്റെ സഭയിൽ കയറി പറ്റിയത്. നീ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ടാണ് അവൻ നിന്റെ ജീവിതത്തിൽ വന്നത്. അവൻ കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ കുഴപ്പം ഉണ്ടായത് നീ സമ്മതിച്ചുകൊണ്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സമ്മതിക്കാതെ എന്നെ വീഴിക്കാൻ പിശാചിന് സാധിക്കില്ല. നിങ്ങൾ സമ്മതിക്കാതെ, നിങ്ങൾ അനുവാദം കൊടുക്കാതെ, നിങ്ങൾ യേശു പറയാതെ നിങ്ങളെ വീഴിക്കാൻ പിശാചിന് സാധിക്കില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു സത്യം ഡിറൈവ് ചെയ്യാം. എന്താണെന്നറിയാമോ? ഐ ആം റെസ്പോൺസിബിൾ മൈ ഓൺ സ്പിരിച്വൽ ലൈഫ്. ഇതിനെ ലോകത്തിൽ ആരെയും കുറ്റം പറയല്ലേ. ഇവിടെ മൂപ്പന്റെ കുഴപ്പം കൊണ്ടാണ് ഇപ്പൊ ഞാൻ പിന്മാറ്റത്തിലായിരിക്കുന്നത്. മൂപ്പന്റെ കുഴപ്പം കൊണ്ടല്ല, മൂപ്പൻ ചിലപ്പോൾ വല്ല കുഴപ്പം കാണിച്ചു കാണുമായിരിക്കും. നീ പിന്മാറ്റത്തിലായിരിക്കുന്നത് ദൈവമായുള്ള നിന്റെ വഴി ശരിയല്ലാത്തതുകൊണ്ടാണ്. എന്റെ ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത്. ഭർത്താവിന്റെ കുഴപ്പം കൊണ്ടാണ് അല്ല, അവരൊക്കെ കുഴപ്പം കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവവുമായുള്ള നിന്റെ ഇടപാട് ശരിയല്ലാത്തതുകൊണ്ടാണ് നീ പിന്മാറ്റത്തിലായിരിക്കുന്നത്. ലോകത്തിൽ ഒരു മനുഷ്യനെ നമ്മുടെ ആത്മീയ വീഴ്ചയ്ക്ക് പഴിചാരുവാൻ നമുക്ക് സാധിക്കില്ല. അവരൊക്കെ അതിൽ ഒരു പങ്ക് വഹിച്ചു കാണും. പക്ഷേ യു ആർ അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ സ്പിരിച്വൽ ലൈഫ്. നിന്റെ ആത്മീയ ജീവിതത്തിന് നീയാണ് ഉത്തരവാദി. അപ്പനെ പറയേണ്ട, അമ്മയെ പറയേണ്ട, ഭാര്യയെ പറയേണ്ട, ഭർത്താവിനെ പറയേണ്ട, വേറെ ആരെയും പറയേണ്ട. അവരൊക്കെ പ്രവർത്തിച്ചു കാണും. പക്ഷെ നീ സമ്മതിച്ചുകൊണ്ടാണ് നീ വീണത്. അതിന് വേറെ ആരെയും പഴിചാരാൻ സാധിക്കയില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ കുഴപ്പങ്ങൾക്ക് ദൈവം നമ്മെ ഉത്തരവാദികളാക്കി പിടിക്കുന്നു. God will hold us responsible for our failures in our spiritual life. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ലോകത്ത് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറഞ്ഞ് അവരെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അവര് കാരണമാണ് ഞാൻ സഭയിൽ വരാത്തത്, ഇയാള് കാരണമാണ് ഞാൻ വേദവസ്തം വായിക്കാത്തത്, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യരെ കളിപ്പിക്കാമെന്നല്ലാതെ ദൈവസന്നിധിയിൽ ഇതൊന്നും മതിയായ ന്യായമല്ല. ഞാൻ നേരെ നടക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ ദൈവമുൻപാകെ നേരോടെ നടക്കാൻ തീരുമാനമുള്ളവനാണെങ്കിൽ, അനുദിനം ഞാൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനാണെങ്കിൽ, പിശാചിനോ അവന്റെ ശക്തികൾക്കോ എന്നെ വീഴിക്കാൻ ഒരു നിലയിലും സാധിക്കില്ല. അവൻ ശ്രമിക്കുമെന്നുള്ളത് ശരിയാണ്. നമുക്കറിയാം, പഴയത്തിലെ യോസേഫിന്റെ കാര്യത്തിൽ വളരെ വലിയൊരു പരീക്ഷ യോസേഫിനുണ്ടായി. പക്ഷെ യോസേഫ് വീണില്ല. ദാവീദിന് പരീക്ഷയുണ്ടായി, പക്ഷെ ദാവീദ് വീണു. ഇതിൽ ആരാ ഉത്തരവാദി? ദൈവമാണോ ഉത്തരവാദി, അതോ പിശാചാണോ ഉത്തരവാദി? യോസേഫിന്റെ അടുത്ത് പരീക്ഷ വന്നപ്പോൾ നോ, വേണ്ട എന്ന് യോസേഫ് പറഞ്ഞു, അതുകൊണ്ട് അവൻ വീണില്ല. ദാവീദിന്റെ അടുത്ത് പരീക്ഷ വന്നപ്പോൾ യേസ് എന്ന് അവൻ പറഞ്ഞു, അതുകൊണ്ട് അവൻ വീണു. അവരവരാണ് അവരവരുടെ ആത്മീയ ജീവിതത്തിന് ഉത്തരവാദികൾ. ഈ കാര്യം നാം മനസ്സിലാക്കണം. ബാക്കിയുള്ളവരെ പഴിചാരുന്നത് നമ്മൾ നിർത്തണം. എന്റെ ആത്മീയ ജീവിതത്തിന് ഞാൻ ദൈവസന്നിധിയിൽ ആൻസറബിൾ ആണ്. എന്റെ ആത്മീയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് ഐ ആം അക്കൗണ്ടബിൾ ആൻഡ് ആൻസറബിൾ ടു ഗോഡ്. ഇത് ഞാൻ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, എത്രയോ ഗൗരവമേറിയ ഒരു സത്യമാണത്. ഹി വിൽ ഗെറ്റ് an entry only if you give him an entry. കുടുംബങ്ങളിലെ കാര്യമോ? കുടുംബങ്ങളിൽ പിശാചിന് വലിയ കരക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കരക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള വഴികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ കുടുംബത്തിലുള്ളവരത് സമ്മതിക്കുന്നതുകൊണ്ടാണ് കുടുംബം കരങ്ങുന്നത്.
സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ കുടുംബം കലങ്ങലായിരുന്നു. പിശാച് ഇടം തേടി നടക്കുകയാണ്, അത് ശരിയാ. പക്ഷേ നാം ഇടം കൊടുത്താലേ അവന് ആ ഇടത്ത് കയറി പറ്റാൻ പറ്റുള്ളൂ. നാം വാതിൽ തുറന്നില്ലെങ്കിൽ അവന് കയറാൻ പറ്റുകയില്ല. ഞാൻ അനുവദിച്ചില്ലെങ്കിൽ അവൻ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇത് എത്രയോ ഗൗരവമേറിയ ഒരു സത്യമാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ ഏറ്റവും ഓർപ്പിക്കുന്ന ഒരു സത്യമാണ്. ഇനി മൂന്നാമത് വേറൊരു കാര്യം കൂടി ബന്ധത്തിൽ പറയട്ടെ. പിശാച് എന്തിനാ കയറുന്നത്? ഇടം തേടി നടക്കുക. എന്തിനാ അവൻ ഇടം തേടി നടക്കുന്നത്? Why does he want to come in? എന്തിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പിശാച് വരുന്നത്? എന്ത് കാര്യത്തിനാ? നമുക്കതൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് തന്നെ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ജോൺ ചാപ്റ്റർ 10:10. യോഹന്നാൻ 10-ന്റെ 10-ാമത്തെ വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും പൊടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. കർത്താവ് താൻ വന്നതിന്റെ ഉദ്ദേശം പറയാണ്, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. അതിനു മുമ്പ് വേറൊരാളുടെ കാര്യം കർത്താവ് പറഞ്ഞു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. കള്ളൻ വരുന്നത് 3 കാര്യത്തിന്: മോഷ്ടിക്കാൻ, അറുക്കാൻ, മുടിക്കാൻ. ഇവിടെ ഈ കള്ളൻ എന്ന് പറയുന്ന ആരെ ഉദ്ദേശിച്ച? നിങ്ങളതിന്റെ മുകളിലത്തെ വാക്യം വായിച്ചു നോക്കിയാൽ ഈ ഭാഗത്തിന്റെ ശരിയായ കോണ്ടെക്സ്ച്വൽ ഇന്റർപ്രിട്ടേഷൻ, സന്ദർഭോചിതമായ വ്യാഖ്യാനം എന്താന്ന് നമുക്ക് നോക്കാം. അതിന്റെ 7-ാം വാക്യത്തിൽ ഞാൻ ആടുകളുടെ വാതിലാകുന്നു, എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. അപ്പൊ ആരാ കള്ളന്മാര്? എനിക്ക് മുമ്പേ വന്നവർ എന്ന് പറഞ്ഞാൽ ജനത്തെ വഴിതെറ്റിക്കുവാൻ വന്ന കള്ളപ്രവാചകന്മാര്, കള്ള ഉപദേഷ്ടാക്കന്മാര്, അവരാണ് ഇവിടുത്തെ കള്ളന്മാർ. നേരിട്ട് പിശാചിനെ കുറിച്ച് പറയുന്നതല്ല. നമ്മൾ സാധാരണ ഈ വാക്യം കള്ളന്മാരെന്ന് പറയുന്നത് പിശാചിന്റെ കാര്യമാണെന്ന് പറയാറുണ്ട്. ഇതിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭാഗത്ത് കള്ളന്മാരെന്ന് പറയുന്നത് ഡയറക്ട്ലി പിശാചിന്റെ കാര്യമല്ല, സാത്താന്റെ കാര്യമല്ല. ഈ ഭാഗത്ത് കള്ളന്മാരെന്ന് പറയുന്നത് എനിക്ക് മുമ്പേ വന്നവർ, കള്ള ഉപദേഷ്ടാക്കന്മാർ, കള്ള പ്രവാചകന്മാർ, ജനത്തെ വഴിതെറ്റിക്കാനായിട്ട് വന്ന ആളുകളുടെ കാര്യമാണ് കള്ളന്മാരെന്ന് പറയുന്നത്. എന്നാൽ ആ കള്ള ഉപദേഷ്ടാക്കന്മാരെ, പ്രവാചകന്മാരെ പ്രോംപ്റ്റ് ചെയ്ത് വിട്ടത്, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് പിശാചാണ്. അപ്പോ ബൈ ആപ്ലിക്കേഷൻ ദിസ് റെഫേഴ്സ് ടു സൈറ്റൻ. By interpretation, this does not refer to him. This refers to false prophets and false teachers. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഭാഗത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് കള്ളന്മാരെന്ന് പറയുന്നത് കള്ളപ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമാണ്. എന്നാൽ അതിന്റെ ആപ്ലിക്കേഷനിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിശാചാണ്. സാത്താനാണ് ഈ കള്ളപ്രവാചകന്മാരെയും കള്ളോപദേഷ്ടാക്കന്മാരെയും ഒക്കെ ജനത്തെ തെറ്റിക്കുന്നതിന് പ്രോംപ്റ്റ് ചെയ്ത് അയച്ചത്. ആ അർത്ഥത്തിൽ പിശാചിന്റെ പങ്ക് ഇവിടെ വ്യക്തമാവുകയാണ്. ആട്ടെ, അവൻ വരുന്നത് എന്തിനാണ്? അവൻ വരുന്നത് മോഷ്ടിക്കാനാണ്. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പിശാച് കിടക്കുന്നത് എന്തിനാണെന്നറിയാമോ? മോഷ്ടിക്കാൻ. എന്ത് മോഷ്ടിക്കാനാണ്? കള്ളന്മാര് വരുന്നത് എന്ത് മോഷ്ടിക്കാനാണ്? വിലപിടിപ്പുള്ളത് മോഷ്ടിക്കാനാണ്, അല്ലെ? കള്ളം വന്നേച്ച് എന്റെ മോടെ റിബൺ എടുത്തോണ്ട് പോയി, അങ്ങനെ ആരും പറഞ്ഞ കേട്ടുണ്ടോ? ഉണ്ടോ? കൊച്ചു തലയിൽ കുത്തുന്ന സ്ലൈഡ് കള്ളൻ രാത്രി വന്ന് എടുത്തോണ്ട് പോയി. കള്ളം വരുന്ന സ്ലൈഡും റിബണും എടുക്കാനല്ല, നിന്റെ മൊബൈൽ എടുക്കാൻ, നിനക്ക് ആഭരണം ഉണ്ടെങ്കിൽ അതെടുക്കാൻ, സ്വർണം എടുക്കാൻ, നിന്റെ ലാപ്ടോപ്പ് എടുക്കാൻ, കാശുണ്ടെങ്കിൽ അതെടുക്കാൻ. അതിനാ കള്ളം വരുന്നത്. അല്ലാതെ നിന്റെ ചീപ്പ് എടുത്തോണ്ട് പോയി കള്ളൻ. അങ്ങനെ കള്ളന് ചീപ്പ് എടുക്കാനല്ല വരുന്നത്. പിശാച് നമ്മുടെ ജീവിതത്തിൽ കയറുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ വിലപിടിപ്പുള്ളതെല്ലാം അവൻ എടുത്തുകൊണ്ട് പോകും. എന്താ വിലപിടിപ്പുള്ളത് നമ്മുടെ ജീവിതത്തിൽ? സാമ്പത്തികമായ കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്ക് വിലപിടിപ്പുള്ളത് സമാധാനം, സന്തോഷം, സ്വസ്ഥത, റെസ്റ്റ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിലപിടിപ്പുള്ള. അവൻ അനുഭവിക്കുന്ന സ്വസ്ഥത, അവൻ അനുഭവിക്കുന്ന സമാധാനം, അവൻ അനുഭവിക്കുന്ന സന്തോഷം, അവൻ അനുഭവിക്കുന്ന യൂണിറ്റി, അവൻ അനുഭവിക്കുന്ന രമ്യത. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. ഇത്
മോഷ്ടിക്കാനാണ് അവൻ വരുന്നത്. ഇതവൻ മോഷ്ടിച്ചിട്ടുണ്ടോ? വിശ്വാസ ഗോളത്തെ നോക്കുമ്പോ, സഭകളെ നോക്കുമ്പോ, കുടുംബങ്ങളെ നോക്കുമ്പോ, ഇൻഡിവിജ്വൽസിനെ നോക്കുമ്പോ സമാധാനമില്ലാത്ത എത്രയോ വിശ്വാസികളുണ്ട്. ആശ്വാസമായ എനിക്ക് യേശുണ്ട്, ആശ്രയിപ്പാനവൻ കൂടെയുണ്ട്, സന്തോഷമേ ഹാ സന്തോഷമേ എന്നൊക്കെ ഞായറാഴ്ച ഇരുന്ന് പാട്ട് പാടും. ശരിയാണ് പാടുന്നത്, ആണോ? എത്ര കുടുംബങ്ങളിൽ സന്തോഷമില്ല, എത്ര കുടുംബങ്ങളിൽ സമാധാനമില്ല, എത്ര കുടുംബങ്ങളിലാണ് ഷൗട്ടിംഗ് ഉള്ളത്, എത്ര കുടുംബങ്ങളിലാണ് ചീത്ത പറച്ചിലുള്ളത്, എത്ര കുടുംബങ്ങളിലാണ് കുറ്റം പറച്ചിലുള്ളത്, എത്ര കുടുംബങ്ങളിലാണ് പിണക്കമുള്ളത്. യാതൊരു സമാധാനവുമില്ലാത്ത അനേക വിശ്വാസികളുടെ കുടുംബങ്ങൾ. രക്ഷയുടെ സന്തോഷമുണ്ട് കേട്ടോ, രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിൽ പോവുകയില്ല, ദൈവവൈതലാണ്, ആ സന്തോഷമുണ്ട്. അത് അല്ല വിഷയം. നിന്റെ അനുദിന ജീവിതത്തിലെ സമാധാനം, സ്വസ്ഥത, സന്തോഷം, നിന്റെ രക്ഷ എടുത്തു കളയാൻ അവന് കഴിയില്ല, പക്ഷേ രക്ഷയുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അവൻ വരുന്നത് വിലപിടിപ്പുള്ളത് കവർന്നുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. നമ്മുടെ സമാധാനം കടന്നുകൊണ്ട് പോകും, സ്വസ്ഥത കവർന്നുകൊണ്ട് പോകും, രമ്യത അവൻ കവർന്നുകൊണ്ട് പോകും, നാം തമ്മിലുള്ള ബന്ധം അവൻ കവർന്നുകൊണ്ട് പോകും. എത്രയോ സഭകളിലാണ് ഈ ബന്ധങ്ങൾ അവൻ കവർന്നുകൊണ്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തമ്മിൽ കണ്ടാൻ വേണ്ടിയല്ല, സ്നേഹമില്ല, കരുതലില്ല, പിണക്കാണ്, വഴക്കാണ്, കേസാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ. എന്താ സംഭവിച്ചത്? അവനെ അകത്ത് കയറ്റി ഉണ്ടാവും, മോഷിച്ചുകൊണ്ട് പോയി, അത്രയേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാട്ടില് ഒരു ചെറിയ കള്ളനുണ്ടെന്ന് വിചാരിക്കുക. അവൻ കള്ളനാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം അവൻ സന്ധ്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നു. സാറേ, ഞാൻ ഒരു വഴിക്ക് പോവുകയായിരുന്നു, പക്ഷേ ലാസ്റ്റ് ബസ് അങ്ങ് പോയി. ഇനിയിപ്പോ എന്റെ വീട്ടിൽ തിരിച്ചു പോയി ഒത്തിരി ദൂരം, അതുകൊണ്ട് ഒന്ന് ഇവിടെ കിടന്നേച്ച് ഞാൻ വെളുപ്പിന് 5 മണിക്ക് പോയിക്കോളാം, ഒന്ന് കയറ്റി കിടത്തിയാൽ മതി, നിങ്ങൾക്ക് പരിചയമുള്ള ആളാ. അപ്പൊ നിങ്ങൾ വിചാരിച്ച ആള് കള്ളനാളില് സാരമില്ല, ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ, കിടന്നോളാം പറഞ്ഞു. കയറ്റി കിടത്തി 5 മണിക്ക് അവൻ പറഞ്ഞ പോലെ പോവുകയും ചെയ്യും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മേശപ്പുറത്ത് ഫോൺ നോക്കുക, മൊബൈൽ എന്ത് ചെയ്യും? ഭാര്യയോട് ചോദിച്ചു, എന്റെ അടുത്ത് നീ എങ്ങാനും എന്റെ ഫോൺ എടുത്തോ? ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഫോൺ ഞാൻ എന്തിനാ എടുക്കുന്നത്, നിങ്ങൾ തരാറുള്ളത്. ഇപ്പൊ പിന്നെ എവിടെ പോയി ഈ ഫോൺ? കുറച്ച് കഴിഞ്ഞ് ഷർട്ടിന്റെ പോക്കറ്റ് നോക്കിയപ്പോ പേഴ്സും ഇല്ല, പിന്നെ വാച്ച് വെച്ചെടുത്ത് നോക്കിയപ്പോ വാച്ചും ഇല്ല. ഇതെല്ലാം അവിടെ പോയി. അപ്പൊ മനസ്സിലായി ഇവൻ എടുത്തോണ്ട് പോയതാണ്. ഭാര്യയും ഭർത്താവും കൂടി കെട്ടിപ്പിടിച്ച് കരയാ, അടി എന്റെ അടി എല്ലാ പോയടി. വല്ല കാര്യമുണ്ടോ? കരഞ്ഞിട്ട് ഉണ്ടോ? ഇവൻ കള്ളനാന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലേ? അവന്റെ ജോലി കക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നിട്ട് അവനെ വീട്ടിൽ കയറ്റി, എന്നിട്ട് അവൻ കട്ടോണ്ട് പോയതിന് കരയുക. ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി. ഭയങ്കര പ്രശ്നമാണ്. എല്ലാ കാര്യം പാടില്ലാത്ത മാർഗങ്ങളിൽ കല്യാണം കഴിച്ചു, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്ത നിലയിലുള്ള തീരുമാനങ്ങൾ ജീവിതത്തിൽ ചെയ്തു, അതിന്റെ ദോഷം ജീവിതത്തിൽ അനുഭവിക്കുക. എന്നിട്ടിപ്പോ ബാക്കിയുള്ളവരുടെ പുറകെ നടക്കുക, ഒന്ന് സഹായിക്കണേ, അത് അങ്ങനെ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത് തെറ്റാണെന്നൊന്നും പറയാനല്ല ഞാനിത് പറഞ്ഞത്. നാം തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും റെസ്പോൺസിബിൾ എന്ന് പറയാനാണ്. പിശാചിനെ അകത്ത് കയറ്റിയ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ പ്രമാണം വിട്ട് വിവാഹം കഴിച്ചാൽ, ദൈവത്തിന്റെ പ്രമാണം വിട്ട് ജീവിതത്തിൽ തീരുമാനങ്ങൾ ചെയ്ത, ധനമുണ്ടാക്കാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ദൈവവഴി വിട്ട് കാര്യങ്ങൾ ചെയ്താൽ അത് പിശാചിന് ഇടം കൊടുക്കുക. അവൻ ജീവിതത്തിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കും. നീ കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. പിന്നീട് ദുഃഖിച്ചത് കാര്യമില്ല. ഇവൻ വരുന്ന ഇതിനാണെന്ന് അറിയാം, അവൻ മോഷ്ടിപ്പാനാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും അവനെ വീട്ടിൽ കയറ്റി കിടത്തിയാൽ അവൻ ഇത് മോഷ്ടിച്ചോണ്ട് പോകും. ഇത് അറിഞ്ഞിട്ട് എന്തിനാ അവനെ വീട്ടിൽ കയറ്റുന്നത്? ഇതാണ് പിശാചിന്റെ പണിയെന്ന് വേദപുസ്തകത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. പിശാച് വരുന്ന എന്തിനാണെന്ന് ഇതിനകത്തുണ്ട്. അവന്റെ വഴിയെ നാം പോയാൽ എന്തെല്ലാം ദോഷം വരുമെന്ന് ദൈവാത്മാവ് എഴുതി തന്നിട്ടുണ്ട്. ഇതെല്ലാം എഴുതി തന്നിട്ടും ഈ വേദപുസ്തകം 50 വർഷം വായിക്കുന്നു, എന്നിട്ടും പിശാചിന്റെ ഒരു തന്ത്രം വരുമ്പോ അതിനോട് ചേരുക. പിന്നെന്ത് സംഭവിക്കും? പിന്നെ അനേക നാളുകൾ ദുഃഖവും
ദുരിതവും കണ്ണീരും സങ്കടവും വല്ല ആവശ്യമുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ സങ്കടവും കഷ്ടവും എല്ലാവർക്കും ഉണ്ടല്ലേ? അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇയ്യോബിനെ പോലെ ഭക്തനായി ജീവിച്ചാലും ജീവിതത്തിൽ വൈഷമ്യങ്ങൾ വരാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ ആയിരിക്കാം, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കാനായിരിക്കാം, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കാനായിരിക്കാം. നമ്മുടെ എല്ലാ ജീവിതത്തിൽ രോഗവും കഷ്ടവും പ്രയാസവും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ട്. അത് പാപത്തിന്റെ ഫലമായി മനുഷ്യവർഗത്തിനുള്ള കഷ്ടപ്പാടുകളുടെ ഒരു ഭാഗം നമുക്കുമുണ്ട്. അതിൽ നിന്ന് നാം ആരും എക്സംപ്റ്റ് അല്ല. എന്നാൽ അതിൽ നാം വിഷമിക്കേണ്ട കാരണം ദൈവം നമ്മുടെ നന്മയ്ക്കായി അനുവദിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അത് സഹിക്കാനും വഹിക്കാനും ഒക്കെ ദൈവം സഹായിക്കും. അതിന് ദൈവം നീക്കുപോക്കുകൾ ഉണ്ടാക്കും. ഞാൻ അതിന്റെ കാര്യം അല്ല പറയുന്നത്, അതെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇതല്ലാതെ നാമായിട്ട് വരുത്തി വെക്കുന്ന അനേക കഷ്ടങ്ങളുണ്ട്. എന്റെ അനുഭവത്തിൽ അനേകരുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ സങ്കടം എന്ന് പറയാറുണ്ട്. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, വിശ്വാസികൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും വലിയൊരു പങ്ക് അവര് തന്നെ വരുത്തി വെച്ചതാണ്. ഇയ്യോബിന്റെ പോലെ വന്നതല്ല. അനേകം അനുഭവിക്കുന്ന കഷ്ടം അവര് വരുത്തി വെച്ചതാണ്. അവരാണ് ഇതിന് ഉത്തരവാദികൾ. ഞാൻ ചോദിക്കുന്നത്, മനുഷ്യ ജീവിതത്തിൽ അല്ലേ തന്നെ സങ്കടവും കഷ്ടവും ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഭക്തിയായി ജീവിച്ചാലും ഉണ്ട്. പിന്നെ നമ്മളായിട്ട് കഷ്ടവും സങ്കടവും വരുത്തി വെക്കണോ? നമ്മളായിട്ട് നമ്മുടെ കുടുംബങ്ങളെ തകർക്കണോ? നമ്മളായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കണോ? എന്തിനാണ് ആവശ്യമില്ലാത്ത കഷ്ടവും സങ്കടവും നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തി വെക്കുന്നത്? ഇന്ന് അനേക വിശ്വാസികളും ദൈവം നമ്മുടെ നന്മയ്ക്ക് അനുവദിക്കുന്ന കഷ്ടങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതെല്ലാവർക്കും ഉണ്ട്. എന്നാൽ അഡീഷണൽ ആയിട്ട് ആവശ്യമില്ലാത്ത ദുഃഖം, ആവശ്യമില്ലാത്ത സങ്കടം, ആവശ്യമില്ലാത്ത ഹൃദയവേദന, ആവശ്യമില്ലാത്ത മനപ്രയാസം അനേക വിശ്വാസികൾ തലയെ വലിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ. വല്ല കാര്യമുണ്ടോ? എന്റെ സഹോദരന്മാരെ, സങ്കടം വരുത്തി വെക്കരുത്, സങ്കടത്തെ വിളിച്ചു വരുത്തരുത്, ദുഃഖവും മനപ്രയാസവും നിങ്ങൾ ഉണ്ടാക്കരുത്. ദൈവം അനുവദിക്കുന്നത് അത് ദൈവം കൃപ വരെ സഹിക്കാൻ നമ്മളായിട്ട് ഉണ്ടാക്കരുത്. അനേകരുടെ ജീവിതത്തിലും ഇന്ന് അനുഭവിക്കുന്ന അനേക കഷ്ടങ്ങൾ അവര് തന്നെ വരുത്തി വെക്കുന്നതാണ്. എന്താ കാര്യം? കള്ളനെ കയറ്റി വീട്ടിൽ കിടത്തി മോഷ്ടിക്കുന്നവനാന്നറിയാം, പിന്നെ ഫോൺ പോയെന്ന് കരുതിട്ട് വല്ല കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, വളരെ പ്രായോഗികമായ ഒരു സത്യമാണിത്. അവൻ വരുന്നത് മോഷ്ടിപ്പാൻ. രണ്ടാമത്തെ വാക്ക് അറുപ്പാൻ. ഇംഗ്ലീഷിൽ കൊല്ലാനെന്നാണ്. അറുക്കാന്ന് പറഞ്ഞ കൊല്ലുകയാണ്, കിൽ എന്നാണ് ഇംഗ്ലീഷിൽ. പിശാചിനെ കേറ്റിയാൽ, അവൻ ഇടം കൊടുത്താൽ അവൻ കൊല്ലും. പിശാച് കൊന്ന ആരെയും നിങ്ങൾക്ക് അറിയാമോ? വേദപുസ്തകത്തിൽ അറിയാം. anyone whom Satan killed or caused their death, മരണം വരുത്തി വെച്ച വല്ലവരെയും നിങ്ങൾക്ക് അറിയാം. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയല്ല, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പുതിയ നിയമത്തിൽ വല്ലവരുടെയും മരണത്തിന് അവൻ ഉത്തരവാദിയായിരുന്നായിട്ട് അറിയാമോ? പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം നേരത്തെ ആക്ട്സ് ചാപ്റ്റർ 5 അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 5:3. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിടയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത്. സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അന്യാസന സഭയുടെ സംഭവമാണ്. അവിടെ പത്രോസ് ചോദിക്കുന്ന ചോദ്യമാണ്, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സാത്താൻ അവരുടെ ചിന്തയെ സ്വാധീനിക്കുവാൻ അവർ അനുവദിച്ചു, അവര് വാതിൽ തുറന്നു. അതാണ് ആ ചോദിക്കുന്നതിന്റെ അർത്ഥം. അനന്യാസിനോട് ചോദിക്കുകയാണ്, why did you allow Satan to influence your mind? നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാത്താനെ നീ അനുവദിച്ചതെന്ത്? ഇനി ബാക്കി പറഞ്ഞ, ഇനി വാക്യം നോക്കാതെ എല്ലാവർക്കും അറിയാം. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് എന്ത് പറ്റി? അനന്യാസിന് എന്ത് പറ്റി? എന്താ പറ്റി പറഞ്ഞേ? തീർന്നു അല്ലെ? കഥ കഴിഞ്ഞു. സഫീറയ്ക്ക്
അപ്പൊ ആരായി കൊന്നേ? നേരിട്ട് സാത്താൻ കൊന്നെന്ന് പറയല്ല, അവരുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പിശാച്. ഹി കംസ് ടു കിൽ. ജീവിതങ്ങളെ കൊന്നൊടുക്കും. ഇവിടെ ഇവരുടെ മരണത്തിന്റെ ഉത്തരവാദി പിശാച്. ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സ്വാധീനത്തിന് അവർ കീഴ്പ്പെട്ടു. വേറെ പഴയമത്തിൽ വല്ലതും വാക്യമുണ്ടോ? പഴയമത്തിലുണ്ട്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം. ജനത്തെ എണ്ണുവാൻ സാത്താൻ ദാവീദിന് തോന്നിച്ചു. സാത്താൻ തോന്നിച്ചു, അങ്ങനെ എഴുതിയിട്ടുണ്ട്. യോവാബ് പറഞ്ഞു, സാറേ എന്നാനൊന്നും പോകണ്ട, ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴുള്ളതിനേക്കാൾ 10 മടങ്ങ് ജനങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, ഇപ്പൊ എണ്ണാൻ പോകണ്ട. ഒരു പക്ഷേ ദാവീദിന്റെ അഹങ്കാരത്തിൽ നിന്നോ ഞങ്ങൾ വലിയ കൂട്ടമാണ് എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ ആയിരിക്കാം അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. അതായിരിക്കാം കാരണം, വേറെ ചില കാരണങ്ങളൊക്കെ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, സാത്താന്റെ പ്രേരണ അനുസരിച്ച് ഇപ്പൊ യോവാബ് പറഞ്ഞിട്ട് ദാവീദ് കേട്ടില്ല. യോവാബ് പറഞ്ഞു ദാവീദ് പറഞ്ഞു, യു ഷട്ട് അപ്പ്, ജസ്റ്റ് ഡു വാട്ട് ഐ സേ. നീ ഉണ്ടായി, ഞാൻ പറയുന്നത് ചെയ്താൽ മതി. അപ്പൊ യോവാബ് അത് ചെയ്തു. അതിന്റെ താഴോട്ട് നിങ്ങളത് വായിച്ചു നോക്കണേ. മഹാമാരിയാൽ 70,000 പേര് മരിച്ചു. ഹൂ കോസ് ദാറ്റ് ഡെത്ത്? ആ മരണം ആര് നിമിത്തം വന്ന? ദാവീദാണ് മുഖാന്തരം. അതിന്റെ പുറകിൽ സാത്താൻ തോന്നിച്ചതനുസരിച്ച് ചെയ്തത് കൊണ്ട് മരണം വന്ന. അപ്പൊ ഇവിടെ പറയാണ്, ഹി കംസ് ടു സ്റ്റീൽ, then he comes to kill. അവൻ മോഷ്ടിപ്പാൻ വരുന്നു, പിന്നെ അറുക്കാൻ, കൊല്ലാൻ വരുന്നു. മൂന്നാമത് ഒരു വാക്കോടെ ഇവിടെയുണ്ട്, മുടിപ്പാൻ. മലയാളത്തിലെ ഭയങ്കര ഒരു വാക്കല്ലേ, നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കല്ലാതെ. മുടിഞ്ഞു പോകുക എന്നൊക്കെ വളരെ മോശമായ ഒരു വാക്കായിട്ട് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഇവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നു. ഹി കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ടോട്ടലി ഡിസ്ട്രോയ്. മുഴുവനും നശിപ്പിക്കാൻ. നിങ്ങള് വടക്കേന്ത്യയില് ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ശത്രുക്കളുടെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരുടെ അവരുടെ നിർമ്മാണമൊക്കെ അനധികൃതമാണെന്നൊക്കെ പറഞ്ഞ് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയാം. പിന്നെ വല്ലതും ഉണ്ടോ? പിന്നെ ആ വീട് റിപ്പയർ ചെയ്യാൻ പറ്റും? ബുൾഡോസർ വന്ന് ഇടിച്ചാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും? 2 കല്ലെറിഞ്ഞാൽ വേണേ നമുക്ക് റിപ്പയർ ചെയ്യാം. ബുൾഡോസർ കൊണ്ട് വന്ന് ഇടിച്ചു കളഞ്ഞാൽ പിന്നെ ബിൽഡിംഗ് ഇല്ല, തകർന്നു, തരിപ്പണമായി. പ്രിയപ്പെട്ടവരെ, ചില സഭകൾ, ചില കുടുംബങ്ങൾ, ചില ജീവിതങ്ങൾ പിശാച് ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു കളഞ്ഞിരിക്കുക. നിങ്ങൾക്കറിയാമോ അങ്ങനെയുള്ള കുടുംബങ്ങളെ? അറിയാമോ? എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ ഒരു നിലയിലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം വിചാരിച്ച ഒക്കുമായിരിക്കും. മാനുഷികമായ നിലയിൽ ഒരു നിലയിലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഊരാക്കുടുക്ക. അപ്പൻ, മക്കൾ, അമ്മ, മരുമോള്, ബന്ധുക്കാര് മുഴുവൻ. ഞങ്ങളൊക്കെ അങ്ങനെയുള്ള ചിലടത്തൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ പിന്മാറി. കാരണം ബുൾഡോസർ കൊണ്ട് ഇടിച്ചിരിക്കും. പിന്നെ ആ വീട് റിപ്പയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏത് കൗൺസിലറെ കൊണ്ട് വെക്കും? റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബുൾഡോസർ വന്ന് ഇടിച്ചതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ബുൾഡോസർ കൊണ്ട് വന്ന് നിങ്ങളുടെ ജീവിതത്തെ അവൻ ഇടിക്കും. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമല്ല, നശിപ്പിക്കും. ഇവിടുത്തെ വാക്ക് മുടിച്ചു കളയും. എത്രയോ കുടുംബങ്ങളെ അവൻ മുടിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് റിസ്റ്റോർ ചെയ്യുന്നത്? എങ്ങനെ ഇത് ശരിയാക്കാൻ പറ്റും? ഒരു പിടുത്തവും ഇല്ല. ആര് നോക്കിയാലും പറ്റുന്നില്ല. ചില സഭകളുടെ കാര്യം അങ്ങനെയാണ്. വഴക്കുണ്ടാക്കി, പിണങ്ങി, പിന്നെയും പിരിഞ്ഞു. എന്ത് ചെയ്താൽ ശരിയാകത്തില്ല. എത്ര വർഷമായിട്ടും ശരിയാകത്തില്ല. മുകളിലൊരു സഭ, താഴെ ഒരു സഭ. നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും. എത്ര വർഷമായെന്നറിയാമോ? അവിടെ പാടുമ്പോ നാദാനൻ നാമം എത്രയോ ശ്രേഷ്ഠം അവിടെ പാടുമ്പോ താഴെ യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി. രണ്ടുപേരും പാടുക. രണ്ടുപേരും ആത്മാവിലും സത്യത്തിലും. അതാ എന്റെ രസം. രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ എങ്ങനെ ആരാധിക്കുന്നത്? സത്യത്തിലും ആത്മാവിലും സത്യത്തിലും. രണ്ടു കൂട്ടരും വിട്ടുകൊടുക്കുകയില്ല. 25 വർഷം 30 വർഷമായിട്ട് തുടരുക. ആര് വിചാരിച്ചിട്ട് ഒക്കുന്നില്ല.
നമ്മുടെ ഇടയിൽ പല ശ്രേഷ്ഠന്മാരായ ആളുകളൊക്കെ പോയി നോക്കി, ആര് വിചാരിച്ചാലും ഒക്കെയല്ല, ബുൾഡോസർ ഒന്ന് ഇടിച്ചിരിക്കുക, ഇനി റിപ്പയർ ചെയ്യാൻ വലിയ പ്രയാസം. ഞാനിത് പറഞ്ഞ എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? പിശാചിന് ഇടം കൊടുത്ത അവൻ മോഷ്ടിക്കും, അവൻ കൊല്ലും, മാത്രമല്ല അവൻ മുടിക്കും. എന്തോ ഒരു ഭയാനകമായ പ്രയോഗങ്ങളാണ്. എന്റെ സൗരസ്വന്മാരെ, സമാധാനത്തിലും സ്വസ്ഥതയിലും സന്തോഷത്തിലും ഐക്യത്തിലും കഴിയേണ്ട എത്രയോ ജീവിതങ്ങൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ സഭകൾ സമാധാനമില്ലാതെ, ഐക്യതയില്ലാതെ, സന്തോഷമില്ലാതെ, ജയമില്ലാതെ കഴിയുക. ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രൊഫഷണൽ കൗൺസിലർ, പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരൻ തന്നെയാണ്, ക്വാളിഫൈഡ് കൗൺസിലറാണ് അദ്ദേഹം, ഫാമിലീസിനൊക്കെ ഒത്തിരി കൗൺസിൽ ചെയ്യുന്ന ആളാണ്. എന്നെ വിളിച്ചു, അങ്ങനെ ഒരു ഹെൽപ്പ് വേണം, ഒരു അഡ്വൈസ് വേണം. ഞാൻ പ്രൊഫഷണൽ കൗൺസിലർ അല്ല, ഞാൻ ആത്മീയമായ ആലോചനകളൊക്കെ പറയാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ക്വാളിഫൈഡ് ഒരു കൗൺസിലർ അല്ല. എന്നാൽ ഇദ്ദേഹം അങ്ങനെ ക്വാളിഫൈഡ് ആയ കൗൺസിലറാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. എന്താ പ്രശ്നം? ഒരു പെൺകുട്ടി, വിശ്വാസിയായ ഒരു പെൺകുട്ടിയാണ്. അവള് മറ്റൊരു ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ്. അപ്പൊ കല്യാണം കഴിക്കണമെന്നാണ്. അപ്പൊ വീട്ടുകാരും നാട്ടുകാരും എല്ലാം എതിർത്തു. മോളെ നീ പോകല്, അവൻ അവിശ്വാസിയാണ്, അവിശ്വാസിയെ കല്യാണം കഴിക്കാൻ പാടില്ല, പ്രമാണം തെറ്റിച്ചു പോവുകയാണ്, ഒരു കാരണവശാലും നീ കല്യാണം കഴിക്കല്ലേ. നിങ്ങൾക്കറിയാമല്ലോ, ഇതിലൊക്കെ പിള്ളേർ വീണ് പോയാൽ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അപ്പനും അമ്മയും പറഞ്ഞാൽ കേൾക്കുകയില്ല, സഭക്കാരും പറഞ്ഞാൽ, കാരണം they are bent upon that. എല്ലാവരുടെയും അഭിപ്രായത്തെ മറികടന്ന് പിശാചിന് ഇടം കൊടുത്തു കല്യാണം കഴിച്ചു. കുറച്ചുനാളായി. ഇപ്പൊ കൗൺസിലിംഗിന് ചെന്നിരിക്കുക നമ്മുടെ സഹോദരന്റെ അടുത്ത്. എന്താ വിഷയം എന്നറിയാമോ? കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവര് വേറെ ഭാര്യയും മക്കളും. അപ്പൊ ഇനിയിപ്പോ എന്ത്? എന്നെ വിളിച്ചു ചോദിക്കുക, അങ്ങളെ എന്തോ പറയണ്ടേ അവളോട്. കൗൺസിലർ എന്നോട് ചോദിക്കുക. എന്റെ മനസ്സിലുണ്ടായ ധാരണ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് എന്നേക്കാൾ ഇതറിയാവുന്ന വേറൊരു ദൈവദാസനുണ്ട്, കുറച്ചുകൂടെ നന്നായിട്ട് മറുപടി പറയാം, അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞു വിട്ടു. പ്രശ്നം, ഇത് വിവാഹമോചനം നടത്താമോ, അത് ഡിവോഴ്സ് ആണോ, ഇവരെ പിരിഞ്ഞാൽ ഇവക്ക് രണ്ടാമത് കല്യാണം കഴിക്കാമോ, അത് റീമാരേജ് ആണോ, അത് വേദപുസ്തക പ്രകാരം ശരിയാണോ? കുടുങ്ങിയില്ലേ? ഇതിന്റെ മറുപടി വല്ലവർക്കും അറിയാമോ? ഇവിടെ വല്ലവർക്കും അതിന്റെ മറുപടി പറയാൻ പറ്റുമോ? ഇതാ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചെന്ന് പറഞ്ഞ പിശാചിനെ അനുവദിച്ചു. ദൈവത്തിന്റെ ഇഷ്ടമോ ആലോചനയോ ചോദിക്കാതെ, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ദൈവത്തിന്റെ ആലോചനയോ ഹിതമോ അന്വേഷിക്കാതെ പിശാചിന് ഇടം കൊടുത്ത് സ്വന്തം വഴിയെ പോയി. അപ്പൊ അവനെന്തോ എഴുതു? അവൻ ബുൾഡോസർ കൊണ്ടുവന്നു, കുടുംബം ഇടിച്ചു. ഇനിയിപ്പൊ എങ്ങനെ പരിഹരിക്കും ഇപ്പം ഇതിന്റെ പ്രശ്നം? ജീവിതകാലം മുഴുവൻ ഇനി എങ്ങനെയാലും പരിഹരിച്ചാലും ഇതിന്റെ വേദന മാറുമോ? എന്റെ സൗരസ്വന്മാരെ, നാം ബുദ്ധികെട്ടവരാകരുത്. ദൈവ വഴിവിട്ട് ഒരു കാര്യത്തിലും പോകരുത്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ നാം ലംഘിക്കരുത്. ദൈവവചനത്തിലെ പ്രമാണം അനുസരിച്ച് തന്നെ ജീവിക്കണം. അല്ലെങ്കിൽ പിശാച് മോഷ്ടിക്കും, അറുക്കും, മുടിക്കും. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാന ഭാഗം ഇനി വരുന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞത് പ്രധാനമാണ്. ഏറ്റവും പ്രധാന കാര്യം അടുത്ത് പറയുന്ന അതെന്താണെന്നറിയാമോ? പിശാച് എങ്ങനെ അകത്ത് കയറുന്നത്? ഇടം കൊടുക്കലെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് പിശാച് അകത്ത് കയറുന്നത്? നമ്മൾ ആരും പിശാചിനെ ക്ഷണിച്ചു വരുന്നത്? എല്ലാവരും ക്ഷണിക്കുമോ? ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണേ, എന്റെ ജീവിതത്തിൽ ഒന്ന് വരണേ എന്ന് നമ്മൾ ആരോടും പറയും? ആരോടും പറയത്തില്ല. പിന്നെ എങ്ങനെ അവൻ കയറുന്നത്? അവൻ കയറുന്നത് അവന്റെ സ്വഭാവം നാം അനുകരിക്കുമ്പോഴാണ്. അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നാം എന്റർടൈൻ ചെയ്യുന്നത് വഴിയാണ് അവന് വരുന്നത്. ഞാൻ മുമ്പേ ആദ്യം പ്രസംഗം തുടങ്ങിയപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇംഗ്ലീഷിൽ ആൻഡ് ഗിവ് നോ പ്ലേസ് ടു ദ ഡെവിൾ എന്നാണെന്ന് പറഞ്ഞു. അതിന്റെ പ്രസക്തി എന്താണെന്നറിയാമോ? അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഭോഷ്ക് പറയുന്ന കാര്യമുണ്ട്, കോപിക്കുന്ന കാര്യമുണ്ട്. അതിന്റെ മുകളിൽ നോക്കിയാൽ അറിയാം, ഭോഷ്ക് ഉപേക്ഷിക്കണം, പിന്നെ കോപിക്കരുത്. എന്നിട്ട് പറയുകയാണ് ആൻഡ് ഗിവ് നോ പ്ലേസ് ടു ദ ഡെവിൾ. അപ്പോ
when you get angry and when you tell lies, you are giving place to the devil. പിശാചിനെ നമ്മൾ ആരും ക്ഷണിച്ചു വരുത്തുന്നില്ല. ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണേ എന്ന് പറഞ്ഞ് നമ്മൾ ആരും ക്ഷണിക്കുന്നില്ല. പക്ഷെ എങ്ങനെ പിശാച് കയറുന്നതെന്ന് അറിയാമോ? അവന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്റർടൈൻ ചെയ്താൽ അതുവഴിയാണ് പിശാചകത്ത് കയറുന്നത്. ഞാൻ ഇൻവിറ്റേഷൻ ഒന്നും ആയിക്കട്ട. നമ്മുടെ കർത്താവ് തന്നെ ഈ ഇപ്പൊ പറഞ്ഞ സ്വഭാവങ്ങളെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളൊക്കെയാണ്. പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകും. 44-ാം വാക്യത്തിൽ 44. പിന്നെ ആ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിക്കുക. 1 യോഹന്നാൻ 3:12 വാക്യമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ നീതിയുമുള്ളതാകൊണ്ടത്രേ. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദുഷ്ടന്റെ സ്വഭാവം അനുകരിച്ച് എന്നതിന്റെ അർത്ഥം. കയീൻ ഹാബേലിനെ കൊല്ലാൻ കാരണം ദുഷ്ടനിൽ നിന്നുള്ളവനായി കൊന്നു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കൊന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിശാച് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കയറി പറ്റുന്നത്? നമ്മളാരും ക്ഷണക്കത്ത് കൊടുത്ത് വിളിച്ചു വരുത്തുന്നുണ്ടല്ല. പിശാചിന്റെ സ്വഭാവങ്ങളെ നാം എന്റർടൈൻ ചെയ്താൽ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭോഷ്ക്, നുണ. ഞാൻ ഒരു കാര്യം സാധാരണ പ്രസംഗക്കാർ ഇങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നുണ പറയും? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, ഡു യു ടെൽ ലൈസ്? അവരവരുടെ ഹൃദയത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നുണ പറയാറുണ്ടോ? നിങ്ങളുടെ ആരുടെയും കാര്യം എനിക്കൊന്നും അറിഞ്ഞുകൂടെ കേട്ടോ, ഒന്നും അറിഞ്ഞുകൊണ്ട് ചോദിച്ചല്ല. പക്ഷെ അനേകരുടെ കാര്യം എനിക്കറിയാം. അനേക വിശ്വാസികൾ നുണ പറയും. നിങ്ങൾക്ക് പറയാറില്ല അല്ലേ? അനേക വിശ്വാസികൾ നുണ പറയും. അപ്പൊ നുണ പറയുമ്പോ എന്താ പറ്റുന്നതെന്ന് അറിയാം. പ്ലീസ് കമിൻ സർ, നിന്റെ സ്വഭാവം ഞാൻ അംഗീകരിക്കുന്നു. പിശാചകത്ത് കയറുക. കോപം, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. അസൂയ, ഹാബേൽ കയീന്റെ കാര്യത്തിൽ അസൂയ പ്രവർത്തിച്ചു. അപ്പോൾ പിശാചിന്റെ സ്വഭാവങ്ങളായി തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഭോഷ്ക്, കോപം, കൊലപാതകം, അസൂയ, ഈ കാര്യങ്ങൾ, വേറെ ലിസ്റ്റ് ഒത്തിരി ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്റർടൈൻ ചെയ്താൽ, അതിനെ നാം അനുവദിച്ചാൽ, നാം പിശാചിനെ അനുവദിക്കുക. എന്റെ സഹോദരന്മാരെ, നാം പിശാചിന് ഇടം കൊടുക്കുന്നത് അവനെ ക്ഷണിച്ചു വരുത്തിയല്ല. ഇടം കൊടുക്കുന്നത് അവന്റെ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന വഴിയാണ്. നമ്മൾ മനുഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കോപം വന്നെന്നിരിക്കും, അല്ലെ? ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അസൂയ വന്നെന്നിരിക്കും. എനിക്ക് നിങ്ങൾക്കൊക്കെ അത് വരും. പക്ഷെ അത് വരുന്ന ഉടനെ അത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് യാചിക്കുകയും ചെയ്യണം. ലോർഡ്, ഐ എം സോറി. ആ സഹോദരനെ കുറിച്ച് അസൂയോടുകൂടിയുള്ള ഒരു ചിന്ത എന്റെ മനസ്സ് വന്നു, ഞാനത് എന്റർടൈൻ ചെയ്തു, അത് തെറ്റിപ്പോയി, ഞാനത് ഏറ്റുപറയുന്നു. കർത്താവേ, എനിക്ക് കൃപ തരണമെന്ന് നീ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് തന്നെ ജയിക്കുന്നത്. ഇതൊന്നും വരാത്തൊരു ജീവിതം ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിതെല്ലാം വരും. വരുമ്പോ എന്ത് ചെയ്യണം? വരുമ്പോ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട്, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. സഹോദരന്മാരെ, പിശാചിന്റെ യാതൊരു സ്വഭാവങ്ങൾ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഭോഷ്കാകട്ടെ, അസൂയാകട്ടെ, കോപമാകട്ടെ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നാം അനുവദിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ, അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇനി അത് വരാതെ സൂക്ഷിക്കണം. അഥവാ വന്നു പോയാൽ ഉടനടി ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ക്ഷമ പ്രാപിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ നീ പിശാചിന് ഇടം കൊടുക്കുക. ഇടം കൊടുത്താൽ എന്ത് പറ്റും? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇടം കൊടുത്താൽ അവൻ അവന്റെ വേല ചെയ്യും. നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും. സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് വിജയകരമായി ക്രിസ്ത്യന് സാധിക്കാൻ ഒക്കാതെ ഇൻഎഫക്റ്റീവായിട്ട് നാം തീരും. നമുക്കാർക്കും അങ്ങനെ പറ്റരുത്. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ശ്രദ്ധയോടും വളരെ സൂക്ഷ്മതയോടും ദൈവകൃപയ്ക്കായി അയച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും.